നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? അതോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടിരിക്കുകയും വേണ്ടേ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമുണ്ട്: കാലറീസ്. ഇന്നത്തെ തലമുറയ്ക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേർഡാണിത്. ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും കാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഇതിൽ എത്ര കലോറി ഉണ്ടാകും, ഇത്രയും കഴിച്ചാൽ ശരീരത്തിന് വണ്ണം വയ്ക്കുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ആശങ്കകളും എല്ലാവരുടെയും മനസ്സിലുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് കലോറി എന്ന് പറയുന്നത്? അത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? കാലറി അധികമായാലോ കുറഞ്ഞാലോ എന്തെല്ലാമാണ് അതിൻ്റെ ഫലങ്ങൾ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ലളിതമായി നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. കലോറി എന്നാൽ നമ്മുടെ ശരീരം പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജിയുടെ അളവാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ശരീരത്തിന് ഇന്ധനം ലഭിക്കുന്നു. ഈ ഇന്ധനമാണ് കാലറി. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കാർ ഓടിക്കാൻ ഇന്ധനം വേണം. അതുപോലെ നമ്മുടെ ശരീരം പ്രവർത്തിപ്പിക്കാൻ, അതായത് നടക്കാൻ, ഓടാൻ, ചിന്തിക്കാൻ, എന്തിന് വിശ്രമ അവസ്ഥയിൽ പോലും കാലറി വളരെ അത്യാവശ്യമാണ്. ഭക്ഷണത്തിൽ നിന്ന് ഈ കാലറി നമുക്ക് ലഭിക്കുന്നത് 3 പ്രധാന ഘടകങ്ങളിൽ നിന്നാണ്. ഇവയെ നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നു. അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്നും 1 ഗ്രാം പ്രോട്ടീനിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് 4 കിലോ കാലറി ഊർജ്ജമാണ്. എന്നാൽ 1 ഗ്രാം ഫാറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 9 കിലോ കാലറി ഊർജ്ജമാണ്. അതായത് ഫാറ്റിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാലറി ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് കാലറി കണക്കാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാം. ഉദാഹരണത്തിന്, നമ്മൾ ഒരു ബൗൾ ചോറെടുക്കുകയാണെങ്കിൽ അതിൽ അപ്രോക്സിമേറ്റ്ലി 200 കിലോ കാലറി ഊർജ്ജം ഉണ്ടാകും. അതിൽ തന്നെ നമ്മൾ കാലറി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 45 ഗ്രാം കാർബോഹൈഡ്രേറ്റ്, 4 ഗ്രാം പ്രോട്ടീൻ, 0.5 to 1 ഗ്രാം ഫാറ്റുമാണ് അടങ്ങിയിട്ടുള്ളത്. ഇനി നമ്മളത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ബൗൾ ചോറിൽ അടങ്ങിയിട്ടുള്ളത് 45 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് നമുക്ക് നൽകുന്നത് 4 കിലോ കാലറിയാണ്. അപ്പോൾ 45 ഗ്രാം തരുന്നത് 45 ഗുണം 4 എന്ന് പറയുമ്പോൾ 180 കിലോ കാലറിയാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ വാല്യൂ. ഇതേപോലെ തന്നെ നമുക്ക് പ്രോട്ടീനും ഫാറ്റും മനസ്സിലാക്കാം. ഇവ എല്ലാം കൂടി ചേർന്നതാണ് കാലറി വാല്യൂവിനെ നിശ്ചയിക്കുന്നത്. ഇനി ഒരു ദിവസം നമുക്ക് എത്ര കലോറി വേണം? സ്ത്രീക്കും പുരുഷനും അതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സ്ത്രീക്ക് 1600 മുതൽ 2000 കിലോ കാലറി വരെ ആകാം. പുരുഷന് 1600 മുതൽ 3000 വരെയും ആകാം. ഇങ്ങനെ ഒരു തൊട്ട് ഇതുവരെ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രായം, ലിംഗം, ശരീരത്തിൻ്റെ ഭാരം, ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം അനുസരിച്ചിട്ട് നമ്മുടെ കാലറി പെർ ഡേ മാറും. ഉദാഹരണം, കൂടുതലായിട്ട് ജോലി ചെയ്യുന്നവർ, ധാരാളം അധ്വാനമുള്ള ജോലികൾ, അതായത് ഒരുപാട് വ്യായാമം ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവർക്കെല്ലാം ഒരുപാട് കലോറി ആവശ്യമാണ്. എന്നാൽ ഓഫീസ് ജോലി ചെയ്യുന്നവർ, അതായത് ഇരുന്ന് കുറേ നേരം ജോലി ചെയ്യുന്നവർ, വലിയ ശാരീരിക അധ്വാനം ഇല്ലാത്തവർക്കെല്ലാം അത്രയും തന്നെ കലോറി വേണ്ടിവരില്ല. ഇനി നമ്മൾ മറ്റൊരു കൺസെപ്റ്റിലേക്ക് കടക്കുകയാണ്. എന്താണ് എംപ്റ്റി കാലറീസ്? എന്താണ് എംപ്റ്റി കാലറീസ്? അതായത് നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് അത് എനർജി പ്രദാനം ചെയ്യുന്നുണ്ടാവാം, അതായത് കലോറി നമുക്ക് കിട്ടുന്നുണ്ടാകാം. പക്ഷേ എന്നാൽ അത് വളരെ പോഷകമൂല്യം കുറവോ അല്ലെങ്കിൽ ഒട്ടും തന്നെ പോഷകമൂല്യം ഇല്ലാത്തതോ ആയിട്ടുള്ള ഭക്ഷണമായിരിക്കും. ഇങ്ങനെയുള്ള ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ആ എനർജിയെ നമ്മൾ എംപ്റ്റി കാലറീസ് എന്ന് പറയുന്നു. ഉദാഹരണത്തിന് പാക്കേജ്ഡ് ഫുഡ്സ്, ഒരുപാട് പഞ്ചസാര അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ, പ്രോസസ്ഡ് ഫുഡ്സ്, ഇവയെല്ലാം നമുക്ക് എംപ്റ്റി കാലറീസ് പ്രദാനം ചെയ്യുന്നവയാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ബൗൾ റൈസിൽ നിന്ന് നമ്മൾ ഏകദേശം 200 കിലോ കാലറിയാണ് കണക്കാക്കിയത്. ഇതേപോലെ തന്നെ ഒരു ബോട്ടിൽ സോഫ്റ്റ് ഡ്രിങ്കിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ഏകദേശം 200 കിലോ കാലറിയാണ്. അതിനകത്ത് ഒരുപാട് ഷുഗർ കണ്ടന്റും വളരെ കൂടുതലാണ്. ഇതിൽ നിന്ന് ശരീരത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പോഷകവും ലഭിക്കുന്നില്ല. ഇനി മറ്റൊരു സംശയം, കാലറി അധികമായാലും കുറഞ്ഞാലും എന്തെല്ലാമാണ് അതിൻ്റെ ഫലങ്ങൾ എന്നുള്ളതാണ്. ആവശ്യത്തിൽ കൂടുതൽ കാലറി ദിവസേന നമ്മൾ തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ ആ എക്സ്ട്രാ എനർജി ഫാറ്റായിട്ട് ശേഖരിക്കുന്നു. അതായത് ഒരു 2000 കിലോ കാലറി ആവശ്യമുള്ള ശരീരത്തിന് ഡെയിലി 2500 കിലോ കാലറി കഴിച്ചാൽ അത് അധികം നമ്മുടെ ശരീരത്തിൽ വന്ന് അടിയുകയും അത് എക്സ്ട്രാ വെയിറ്റ് ഗെയിനിന് കാരണമാവുകയും ചെയ്യും. ആവശ്യത്തിൽ കുറവ് കലോറിയാണ് എടുക്കുന്നതെങ്കിലോ അത് ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റിനെ ഉപയോഗപ്പെടുത്തുകയും അത് വെയിറ്റ് ലോസിന് കാരണമാവുകയും ചെയ്യും. എന്നാൽ കാലറി ഒരു പരിധിയിൽ കുറഞ്ഞ് ഉപയോഗിക്കുന്നത് ശരീരത്തിന് വളരെ ദോഷകരമാണ്. അത് നമുക്ക് വരും സ്ലൈഡുകളിൽ നമുക്കത് മെൻഷൻ ചെയ്യാം. ഇനി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലറി ഇൻ ഈസ് ഈക്വൽ ടു കാലറി ഔട്ട്, അതായത് കാലറി ബാലൻസ്. നമ്മൾ കഴിക്കുന്ന
കലോറിയും ശരീരം ഉപയോഗിക്കുന്ന കലോറിയും തമ്മിൽ ബാലൻസ് ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ ഓരോരുത്തരും ഈ കലോറി കണക്കാക്കേണ്ടതുണ്ടോ? അത് വേറൊരു സംശയമാണ് ഒരുപാട് പേർക്കുള്ളത്. എല്ലാവരും ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പകരം എന്താണ് ചെയ്യേണ്ടത്? വളരെ പോഷക സമൃദ്ധമായ ഭക്ഷണം തിരഞ്ഞെടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ നല്ലൊരു ഒബേസിറ്റി ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ, അതായത് ഒരു സ്ത്രീയോ പുരുഷനോ ഒബേസിറ്റി, അതുപോലെ ധാരാളമായി വണ്ണം ഉള്ള ഒരാൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ കലോറി കണക്കാക്കുന്നതിൽ തെറ്റില്ല. അതിനോടൊപ്പം തന്നെ വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനാണ് അവർ ഏറെ ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണത്തിന് ഒരു 100 കിലോ കാലറിയുടെ ഒരു ചിപ്സ് കഴിക്കുന്നതിനേക്കാൾ 100 കലോറി വരുന്ന ഒരു പഴം തന്നെയാണ് ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നത്. ഒന്നുകൂടി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, കലോറി സംഖ്യയിലല്ല, അത് വരുന്ന ഉറവിടത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ കടക്കുന്നത് കുറച്ച് തെറ്റിദ്ധാരണകളിലേക്കാണ്. ഒന്നാമത്തെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ സീറോ കാലറി എന്ന് നമുക്ക് ധാരാളം ഈ ഫുഡിൻ്റെയൊക്കെ കവർ പേജിൽ ബാക്ക് ലേബലിൽ നമുക്ക് കാണാൻ പറ്റും 0 കാലറി. അപ്പോൾ 0 കാലറി എന്ന് പറഞ്ഞാൽ അത് ശരീരത്തെ ബാധിക്കില്ല എന്ന് കരുതുന്നത് തെറ്റാണ്. അതിനകത്ത് ഇപ്പോൾ പാനീയങ്ങളായിക്കോട്ടെ, ഭക്ഷണ പദാർത്ഥങ്ങളായിക്കോട്ടെ, അത് 0 കാലറി ആണെങ്കിലും അവയിലുള്ള രാസപദാർത്ഥങ്ങൾ അത് നമ്മുടെ മെറ്റബോളിസത്തെ വളരെ മോശകരമായി ബാധിക്കും. രണ്ടാമത്തേത്, കാലറി ഇൻടേക്ക് കുറയ്ക്കുന്നത് ഹെൽത്തിയും വേഗം ഭാരം കുറയാനും സഹായിക്കും. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. അധികമായി കലോറി കുറയ്ക്കുന്നത് അത് ആരോഗ്യകരമേ അല്ല. അത് ശരീരത്തെ ക്ഷീണിപ്പിക്കുകയും മെറ്റബോളിസം മന്ദമാക്കുകയും ചെയ്യും. ശരീരം അപ്പോൾ എന്തു ചെയ്യും? എനിക്ക് ഭക്ഷണം കിട്ടുന്നില്ല, ഞാൻ ഇനി ഊർജം സേവ് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരും. അപ്പോൾ ശരീരം സർവൈവർ മോഡിലായിരിക്കും. അതിനാൽ അത് മെറ്റബോളിസത്തെ സ്ലോ ആക്കുകയും ചെയ്യും. അതിനുശേഷം എന്ത് പറ്റും? ശരീരത്തിൽ സേവ് ചെയ്തിട്ടുള്ള എനർജി അത് ധാരാളമായി ഉപയോഗിക്കുകയും മസിൽ ടിഷ്യൂ നശിക്കുന്നതിനും മറ്റും കാരണമാവുകയും ചെയ്യും. ഇതിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് എനർജി ഭയങ്കരമായി കുറഞ്ഞു പോകും, ഭയങ്കര ക്ഷീണിതനായിരിക്കും, ക്രേവിങ്സ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. അതായത് ഭക്ഷണത്തോടുള്ള ആർത്തി ഭയങ്കരമായി കൂടും. പിന്നീട് എന്ത് ചെയ്യും? ധാരാളമായി ഭക്ഷണം കഴിക്കുകയും അത് ഒബേസിറ്റി പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യും. അപ്പോൾ ശരിയായിട്ടുള്ള വഴി എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം നമ്മൾ കഴിക്കുന്നത്. ചുരുക്കത്തിൽ, കലോറി എന്നത് പേടിക്കേണ്ട ഒരു വാക്കല്ല, അത് നമ്മെ ജീവിപ്പിക്കുന്ന ഊർജമാണ്. പ്രശ്നം കലോറി അല്ല, അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും അറിവില്ലായ്മയുമാണ്. ശരിയായ അളവിൽ ശരിയായ സമയത്ത് ശരിയായ ഭക്ഷണം, ഇതാണ് ആരോഗ്യത്തിൻ്റെ രഹസ്യം. സോ സ്റ്റേ ബാലൻസ്ഡ്, സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. താങ്ക് യു ഫോർ വാച്ചിങ്.